വിത്തനശ്ശേരി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. ജനുവരി 8-ാം തീയതി തുടങ്ങിയ സപ്താഹയജ്ഞം 15-ാം തീയതി വരെയാണ് നടത്തുന്നത്. ശനിയാഴ്ച കപിലാവതാരം, നരനാരായണാവതാരം, ദക്ഷിയാഗം, ധ്രുവചരിതം, പുരഞ്ജനോപാഖ്യാനം, ഋഷഭാവതാരം, ഭദ്രകാളി ആവിർഭാവം എന്നീ ഖണ്ഡങ്ങൾ പാരായണം ചെയ്തു. ധ്യാനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പരിശീലിക്കാൻ കഴിയും. സമാധി പരിശീലിക്കുകയല്ല, സമാധി അനുഭവിക്കുകയാണ് 8ാമത്തെ സ്റ്റെപ്പ് എന്നുള്ള കാര്യം പറഞ്ഞതാണ്. 10 പെറ്റ അമ്മയോടാണ് പറയണത്. അമ്മ പറഞ്ഞു, എൻ്റെ കുട്ടാ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് കുറച്ച് ഭക്തിയുടെ കാര്യങ്ങൾ കൂടെ പറഞ്ഞു തന്നാൽ മതി എന്നാണ് അല്ലേ. നമ്മളെങ്ങനെയാണ് 3 മണിക്കൂറൊക്കെ ഒരേപോലെ ഇരിക്കുക? കുറച്ച് നേരം ഇരിക്കുന്നതിന്റെ എന്തോന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. പിന്നെ ഈ 3 മണിക്കൂറൊക്കെ എങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കുട്ടാ എനിക്ക് ഭക്തിയോഗത്തെ കുറിച്ചാണ് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സർവ്വചരാചരങ്ങളുടെ ഭക്തിയുടെ കാര്യം പറയണത്. ഇവിടെ ചലങ്ങളുണ്ട്, അചലങ്ങളുണ്ട് അല്ലേ. ചലിക്കുന്ന വസ്തുക്കളുണ്ട്, ചലിക്കാത്ത വസ്തുക്കളുണ്ട്. അതാണ്. അപ്പൊ ചലിക്കാത്ത വസ്തുക്കളെക്കാൾ ഒരു പടി മുകളിലാണ് ചലിക്കുന്ന വസ്തുക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ മഴ വന്നു, നമുക്ക് എന്ത് ചെയ്യാം? ഓടിക്കേറി ഇവിടെ നിൽക്കാം. മരത്തിന് കയറി നിൽക്കാൻ പറ്റുമോ? അല്ലേ? ആ കല്ലിന് കയറി നിൽക്കാൻ പറ്റുമോ? പർവ്വതത്തിന് കയറി നിൽക്കാൻ പറ്റുമോ? ഇല്ലാന്നാണ്. അപ്പോൾ ചലിക്കാത്ത വസ്തുക്കളെക്കാൾ ഒരുപടി മുകളിലാണ് ചലിക്കുന്ന വസ്തുക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതാണ്. യജ്ഞാചാര്യൻ ഉണ്ണികൃഷ്ണൻ തൃപ്പാളൂരും യജ്ഞാചാര്യ ഗിരിജയും സഹായികൾ വിജയലക്ഷ്മി, മാണിക്കൻ എന്നിവരുമാണ്. UTV ന്യൂസ്, പാലക്കാട്.